ആദ്യം നമ്മൾ പാർലമെന്റിലേക്കാണ്. പാർലമെന്റ് ചേർന്നു, ലോക്സഭ ചേർന്നു. പക്ഷേ ഒറ്റ മിനിറ്റ് കൊണ്ട് ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് സാഹചര്യം. വീണ്ടും പ്രതിപക്ഷ ബഹളത്തിന് തന്നെയാണ് സാധ്യത. നോക്കാം ആ നിമിഷങ്ങളിലേക്ക്. माननीय सदस्यगण, सदन के अंदर जो कल घटना हुई, जिस तरीके से प्रतिपक्ष के माननीय सदस्य सदन में सत्ता पक्ष की बेल तक पहुंचे, ये सदन की मर्यादा के अनुकूल नहीं है। और मेरा मानना है कि ये വസന്ത് വിവരങ്ങളുമായിട്ട്. വസന്ത്, ഒരു മിനിറ്റ് പോലും സഭ ചേരാത്ത സാഹചര്യം, എന്താണ് ഉണ്ടായത്? ഒരു മിനിറ്റ് പോലും സഭ ചേർന്നിട്ടില്ല. ഇന്ന് ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷം കാർഡുകളുമായിട്ട് എണീറ്റ് നിൽക്കുകയായിരുന്നു. നരവനയുടെ വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ വ്യാപാര കരാറിൽ പൂർണ്ണമായ കീഴടക്കുമെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷാംഗങ്ങളും എണീറ്റതോടെ സഭ നിർത്തിവെക്കുന്നു എന്ന് സ്പീക്കർ വ്യക്തമാക്കി. 12 മണിവരെയാണ് ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഇരു സഭകളും തടസ്സപ്പെടുത്താൻ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാവിലെ ചേർന്ന ഇന്ത്യ സെക്രട്ടറിയുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നന്ദി പ്രമേയത്തിന് മറുപടി നൽകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഭ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസഭാ നടപടികളും തടസ്സപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അല്പസമയത്തിനകം രാജ്യസഭ ചേർന്ന ഉടൻ തന്നെ പിരിയുമെന്നാണ് അറിയുന്നത്. ലോക്സഭ ഒരു മിനിറ്റ് പോലും സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ പിരിഞ്ഞിരിക്കുന്നു. സഭ തടസ്സപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് അറിയുന്നു. വസന്ത്, അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി രാജ്യസഭയിൽ 5 മണിക്ക് സംസാരിക്കുമെന്നാണോ? അതും ഇന്നും നടക്കാതെ പോകുമോ? ഇന്നലെ ലോക്സഭയിൽ 5 മണിക്ക് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് പ്രധാനമന്ത്രി പാർലമെന്റ് മന്ദിരത്തിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ലോക്സഭയിൽ എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷം ബഹളം വെക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ മറുപടി അനുവദിച്ചേക്കും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ നരവനയുടെ ബുക്ക്, അല്ലെങ്കിൽ മുൻ കരസേനാ മേധാവി എഴുതിയ ആ പുസ്തകത്തിന്റെ ഒറിജിനൽ പതിപ്പുമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത്. അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ എത്തുകയാണെങ്കിൽ, അതായത് മറുപടി പ്രസംഗത്തിന് എത്തുകയാണെങ്കിൽ ഞാൻ ഈ പുസ്തകം അദ്ദേഹത്തിന് നൽകും എന്നായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പണ്ട് രാഹുൽ ഗാന്ധി സീറ്റിൽ നിന്ന് എണീറ്റുപോയി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച ആ ഒരു രംഗം വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യത കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി മാറി നിന്നതാണ് എന്നുള്ള ഒരു സൂചന ഉണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ മറുപടിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും ചെയറിൽ വന്നത്, അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ എത്തിയത് സ്പീക്കർ ആയിരുന്നില്ല. സ്പീക്കർക്ക് പകരം ഒഡീഷയിൽ നിന്നുള്ള സന്ധ്യ റായിയാണ് ഇന്നലെ അധ്യക്ഷ പദവി വഹിച്ചത് ആ സമയത്ത്. പക്ഷെ അപ്പോഴേക്കും വനിതാ അംഗങ്ങൾ പ്രതിഷേധവുമായി, അതായത് കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങൾ പ്രതിഷേധവുമായി ബാനറുകളും ഉയർത്തി പ്രധാനമന്ത്രിയുടെ സീറ്റിന്റെ ഭാഗത്തേക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇന്നലെ സഭ നിർത്തിവെക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം ഇന്നും രാജ്യസഭയിൽ ഉണ്ടാകാനാണ് സാധ്യത. കോൺഗ്രസ് അക്കാര്യത്തിലുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. ശരി, എന്തായാലും ഇപ്പോൾ രാജ്യസഭയിൽ നടപടികൾ തുടരുന്നുണ്ട്. ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്.